ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഷോർട്ടായിട്ടാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു. എവിടേക്കാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ സാവി ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൻ എന്നെ ഉന്തിക്കൊണ്ടിരിക്കുന്ന നടക്ക് പോ അവൻ്റെ ആക്ഷനിലൂടെ എനിക്ക് മനസ്സിലാവും. കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് രണ്ടാൾക്കും ബോറടിച്ചു. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ സെയിം വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അച്ഛൻ തന്നെയാണ് കൂടെ. കാരണം സാവി ഉണ്ടാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വേറൊരു വണ്ടി കയറി പോകാനൊന്നും കഴിയില്ല. ബസ്സിലായാലും ഇതുവരെ പോയിട്ടില്ല. സോ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇതെൻ്റെ നാടാണ്. അപ്പോൾ ഞാൻ ചാൽ ഭാഗത്തോടുകൂടിയാണ് പോകുന്നത്. അവിടെ ഭയങ്കര വൈബാണ്. വയലും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല വയലുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ആ ഒരു ഭാഗമാണ് ചാൽ ആ സൈഡ് കേട്ടോ. അതായത് എൻ്റെ വീടിൽ നിന്ന് റൈറ്റ് സൈഡോട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തി. വേറെ എവിടെയല്ല ഗൈസ്, നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സാവിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. സാവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ശിവ. അതായത് നമുക്കൊരു ഹോസ്പിറ്റലായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈം പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ പ്രസവിച്ചത് ഡിസംബർ 8-നും അവൾ ഡിസംബർ 9-നുമാണ്. അപ്പോൾ നമ്മൾ നല്ല കൂട്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ നമ്മൾ അന്ന് കണ്ടതാണ് വാവേനെ, പിന്നെ കണ്ടിട്ടില്ല. 8 മാസത്തിന് ശേഷമാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിലാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് എൻ്റെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ചാൽ ബീച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയൊന്നുമല്ല വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളുണ്ടാവും. ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. സൺ കിസ് ചെയ്യുന്നതാണ്. ഒരു വല്ലാത്ത കിസ്സിങ് ആയിപ്പോയി. കാരണം നമ്മളവിടെ എത്തിയത് 5:30-ക്കാണ്. എന്നാലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇന്ന് സൺഡേ ആയിട്ട് ഭയങ്കര ആളുണ്ട്. സാധാരണ ഈ ഒരു ബീച്ചിൽ വലിയ ആൾക്കാരൊന്നും കാണില്ല. പക്ഷേ എത്ര വൈകിട്ടായാലും ഇപ്പോൾ ആൾക്കാർ ഇവിടുന്ന് പോകുന്നില്ല. കാരണം നല്ല വൈബാണ് ഇപ്പോൾ ഇവിടെ. നല്ലൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഇവിടുത്തെ ബീച്ചിലെ ആ ഒരു അത് വന്ന് തന്നെ അറിയണം. നല്ല ഭംഗിയാണ്. ഇപ്പോൾ അവിടെ ഒരു പുതിയതായിട്ട് കാറ്റാടി കഫേയൊക്കെ വന്നതിന് ശേഷം നല്ല ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട്. ഇതാണ് കാറ്റാടി കഫേ. അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തു. അതിന് മുന്നേ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണ്ടു. മീൻസ് കുറേ കാലമായി ഗൈസ് ഞാനിവിടെയൊക്കെ വന്നിട്ട്. അന്ന് വന്നതാണ്. എത്ര മാസമായി. ഞാൻ സാവിക്ക് കുറേ കടൽ കാണിച്ചു കൊടുത്തു. അവൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീച്ചിൽ വരുന്നത്. അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവൻ ഫുൾ ഹാപ്പിയാണ്. കാരണം വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള ആ ഒരു ചടപ്പ് മാറിക്കിട്ടി. വാവേൻ്റെ മുഖം എനിക്ക് നന്നായി കാണാൻ പറ്റും. കാരണം ഒട്ടും അവൻ ഫോണിൽ നോക്കുന്നുണ്ടായില്ല, ചുറ്റിലാണ് നോക്കുന്നുണ്ടായിരുന്നത്. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. ഞാനും ഹാപ്പിയാണ്. കാരണം ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു വൈബും ഇങ്ങനെ ഒരു കാറ്റും ഇങ്ങനെ ഒരു വെളിച്ചമൊക്കെ കണ്ടിട്ടും നമ്മൾ ദേഹത്ത് തട്ടിയിട്ടും. കാരണം ആരാണ് ഗൈസ് ഒന്നും ആഗ്രഹിക്കാത്തല്ലേ? വീട്ടിൽ നിന്നൊക്കെ പുറത്തൊരു ചേഞ്ചിങ് വേണം. കാരണം ഇന്നൊരു മീറ്റപ്പ് വെച്ചപ്പോൾ അതിലൊരു അവസരം കിട്ടിയ പോലെയായി. നമ്മൾ അവരെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. അവർ വന്നിനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് സാവിക്ക് കടലൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവരെത്തി പിന്നെ അവരുമായിട്ട് ജസ്റ്റ് സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അധികമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ കടലല്ലേ, കാറ്റ് കുട്ടിക്ക് എന്തെങ്കിലും ആകണ്ടെന്ന് വെച്ചിട്ട് വേഗം നമ്മൾ മടങ്ങിന്. പിന്നെയെന്ന് പറഞ്ഞാൽ സാവിയും ശിവയും ഭയങ്കര കൂട്ടായിരുന്നു. നല്ല 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 ഒരു മൊമെൻറ്റ്സ് കേട്ടോ ഇന്നുണ്ടായത്. അപ്പോൾ ചെറിയ വ്ളോഗാണ്. നമ്മൾ വേഗം തന്നെ മടങ്ങിന്. ജസ്റ്റ് നമുക്ക് കണ്ടു. അപ്പോൾ വൈകി ഒരു 6:30-6:45 ആകാനായി. അപ്പോൾ അധികം നിൽക്കാനൊരു ധൈര്യമില്ല. കാരണം ഇവൻ ഫസ്റ്റ് ടൈമാണ്. ശിവ മുന്നേ അവർ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുന്നൊന്നും പറഞ്ഞ് കേട്ടു. പക്ഷേ സാവി ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ തന്നെ മടങ്ങിയിട്ടോ. അപ്പോൾ ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇത്രയും നീളുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ചെറിയ ഷോർട്സ് എടുക്കാനാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും ലോങ് ആയിക്കൊണ്ടാണ് ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. പിന്നെ ബ്യൂട്ടി ടിപ്സും ഒക്കെയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്തി ഗൈസ്. വരുമ്പോൾ അച്ഛനില്ല. അച്ഛൻ പോയിട്ടോ, ട്രിപ്പിന് പോയി. പിന്നെ ഞാനും സാവിയും വന്നു. അവൻ
ഇപ്പോഴാണ് ഫോൺ നോക്കിയത് കേട്ടോ. അതുവരെ എൻ്റെ ഫോൺ മൈൻഡാക്കിയില്ല. കാരണം ചുറ്റിലും കടലും ആൾക്കാരും കാറ്റും ഒന്നും പറയണ്ട, ഭയങ്കര ഹാപ്പി ആയിരുന്നു സാവി. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നൊരു അടിപൊളി സൺഡേ കേട്ടോ. കാരണം എത്ര ദിവസമായി ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ട്. കാരണം ജസ്റ്റ് ഒരു ചേഞ്ചിങ് അത് വന്നു. അപ്പോൾ വ്ളോഗ് ഇന്ന് ഇത്രയും കണ്ടുതന്നവർക്കെല്ലാം വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.